ഒരു സംശയം ചോദിച്ചിരിക്കുന്നത്, ഈ പഞ്ചകോശങ്ങളും ശരീരവും ഗ്രഹങ്ങളും എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കണമെന്നാണ് ഒരു സംശയമായിട്ട് ചോദിച്ചത്. ആ വിഷയം നമുക്ക് നോക്കാം. ഈ പഞ്ചകോശം എന്ന് പറയുമ്പോൾ അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം, അങ്ങനെ 5 കോശം, 3 ശരീരമാണ്. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. ഗ്രഹം പറയുന്ന സമയത്ത് ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി. ഇതാണ് വിഷയത്തിലേക്ക് വേണ്ട കാര്യം. ഇതിപ്പോൾ എങ്ങനെയാണ് യോജിപ്പിക്കുന്നത് നോക്കുന്ന മുമ്പ് നമുക്ക് പഞ്ചകോശത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ആദ്യം ഇതിൻ്റെയൊക്കെ പ്രമാണങ്ങൾ നമുക്ക് നോക്കുന്ന സമയത്ത് ഉപനിഷത്തുകളിലാണ് ഇതിൻ്റെ പ്രമാണമൊക്കെ ഉള്ളത്. ആദ്യം അന്നമയ കോശം എന്നൊരു കോൺസെപ്റ്റാണ്. ആദ്യം അന്നമയ കോശം എന്ന് പറഞ്ഞാൽ കാണുന്ന ശരീരം അന്നത്തിൽ നിന്ന് ഉത്ഭവിച്ച് അന്നത്തിൽ നിലനിന്ന് അന്നമായി പോകുന്നതുകൊണ്ട് അന്നമയ കോശം എന്ന് പറയും. കാര്യകാരണ സിദ്ധാന്തമാണ് ഇതിന് ബേസിക്കായിട്ടുള്ളത്. ഇതിൻ്റെ പ്രമാണമൊക്കെ നമുക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഉപനിഷത്തിലാണ് ഇതിൻ്റെ പ്രമാണമൊക്കെ കിടക്കുന്നത്. ഒരു അടുത്ത സൂക്ഷ്മതലം, ഈ നമ്മുടെ ശരീരം എന്നുള്ള അന്നമയ കോശത്തിൻ്റെ സൂക്ഷ്മ തലം എന്ന് പറയുന്ന അടുത്ത ലെയറാണ്. അതിനെ പ്രാണമയ കോശം എന്ന് പറയും. പ്രാണൻ, അത് വളരെ വിശേഷമായിട്ട് അന്വേഷിക്കുമ്പോൾ അതിലിപ്പോൾ 5 പ്രാണൻ, 5 ഉപപ്രാണനായിട്ടുള്ള കോൺസെപ്റ്റൊക്കെ അന്വേഷിക്കേണ്ട വിഷയമുണ്ട്. അതിൽ അടുത്തതായിട്ട് നമ്മൾ പറയുന്ന സമയത്ത് മനോമയ കോശം, മനസ്സിൻ്റെ ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്ന അടുത്ത ലെയറാണ്. അതിൻ്റെ അടുത്ത ലെയർ എന്ന് പറയുന്നത് വിജ്ഞാനമയ കോശം എന്ന് പറയും. ബുദ്ധി, അഹങ്കാരം എന്ന് പറയും അതിനെ. അടുത്ത ലെയർ എന്ന് പറയുന്നത് ആനന്ദമയ കോശം എന്ന് പറയും. അതിനെ അവിദ്യ, അജ്ഞാനം എന്ന് പറയും. ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ശരീരത്തെ, പഞ്ചകോശങ്ങളിലെ ശരീരത്തിനെ ഘടിപ്പിക്കുമ്പോൾ സ്ഥൂല, സൂക്ഷ്മ, കാരണ, അങ്ങനെ 3 ശരീരമുള്ളത്. ഈ അന്നമയ കോശം എന്ന് പറയുന്നത് സ്ഥൂല ശരീരമാണ്. സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് പ്രാണൻ, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം. ഈ 3 ചേർന്നതാണ് സൂക്ഷ്മ ശരീരം. കാരണശരീരം എന്ന് പറയുന്നത് ആനന്ദമയ കോശം എന്ന് പറയും. അപ്പം ഇതാണ് 3 ശരീരവും പഞ്ചകോശങ്ങളും. ഇതിനെ നമുക്ക് ഗ്രഹങ്ങളുമായിട്ട് എങ്ങനെ ഘടിപ്പിക്കാം? അപ്പം അതിന് നമ്മൾ ഈ പ്രപഞ്ച സൃഷ്ടിക്രമത്തെ ഫസ്റ്റ് മനസ്സിലാക്കണം. കാരണം ഈ ശരീരം ഉത്ഭവിച്ചിരിക്കുന്നത് പഞ്ചഭൂത നിർമ്മിതമാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ പഞ്ചഭൂത തത്വവും കൂടി ഇതിലേക്ക് എൻ്റർ ചെയ്യണം. എന്നാൽ നമുക്ക് ജാതക ഫലത്തിലേക്ക് എങ്ങനെ ഘടിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ ജാതക ഫലത്തെ എങ്ങനെ ഘടിപ്പിച്ചിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ആകാശോർ വായു, ആകാശത്തു നിന്ന് വായു ഉണ്ടായെന്നും വായുവിൽ നിന്ന് അഗ്നി ഉണ്ടായെന്നും അഗ്നിയിൽ നിന്ന് ജലം ഉണ്ടായെന്നും ജലത്തിൽ നിന്ന് പൃഥ്വി ഉണ്ടായി എന്നാണ് സൃഷ്ടിക്രമത്തെ പറയുന്നത്. ചിലർക്ക് സംശയം വരാം, ആകാശത്ത് മുമ്പ് എന്തുണ്ടായി, അല്ലെങ്കിൽ അതിനു മുമ്പ് എന്തുണ്ടായി എന്നൊക്കെ നമുക്ക് ചിന്ത വരണം. അപ്പം അതിനുള്ള യഥാർത്ഥത്തിലുള്ള ആൻസറൊക്കെ നമുക്ക് വേദാന്ത വിഷയങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് ആ വിഷയം അറിയൂ. അല്ലാണ്ട് വേറെ ഏത് രീതിക്ക് പോയാലും ആ വിഷയത്തിൽ നമുക്ക് അബ്സോർവ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് 100% ഉറപ്പ് തന്നെയാണ്. അപ്പോൾ ആകാശം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ശരീരവുമായിട്ടും പഞ്ചകോശവുമായി ഘടിപ്പിക്കുമ്പോൾ എന്താ, ആനന്ദമയ കോശമാണ് ആകാശഭൂതം, അല്ലെങ്കിൽ ആകാശത്തെ ഘടിപ്പിക്കേണ്ടത്. അതിനെന്ത് പറയുക, കാരണ ശരീരവുമായി ഘടിപ്പിക്കണം. അതെന്താ, ശബ്ദമാണ്. ആകാശത്തിൻ്റെ കാരകത്വം വ്യാഴാണ്. ആകാശത്തിൻ്റെ ഗുണം ശബ്ദമാണ്. ആകാശത്തെ അറിയുന്നത് ശബ്ദത്തിലൂടെയാണ്. അപ്പോൾ വ്യാഴം ദുസ്ഥാനത്ത് നിൽക്കുന്ന ജാതകമായി ആ ദശാകാലം വരുമ്പോൾ നമുക്ക് പറയാം അദ്ദേഹത്തിന് കേൾവി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് 100% അനുഭവത്തിൽ വരും. അതൊരു കാര്യം മാത്രമാണ്. ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് ചിന്തിച്ചെടുക്കാം.
ബേസിക്കായിട്ട് ഒറ്റ കാര്യം അവിടെ നമ്മൾ സൂചിപ്പിക്കുന്നുള്ളൂ. അതൊരു ഗുണമാണ് ശബ്ദം എന്നുള്ളത്. അപ്പം അടുത്തത് വായു. വായു എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ കാരകത്വം ശരിക്കാം. ഈ വായുവിന് 2 ഗുണം ഉണ്ടാവുക. വായുവിനെ അറിയുന്നത് ശബ്ദത്തിലൂടെയും സ്പർശത്തിലൂടെയാണ്. അപ്പോൾ സ്കിൻ സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് അവിടെ സൂചിപ്പിക്കാം. അടുത്ത് വായു അഗ്നിയാണ്. അടുത്ത അഗ്നിയുടെ കാരകത്വം എന്ന് പറയുന്നത് ചുവയ്ക്കാ വരുന്നത്. അപ്പം അഗ്നിക്ക് 3 ഗുണമുള്ളത്. ഫസ്റ്റ് ഒരു ഗുണം, പിന്നെ ഇപ്പോൾ രണ്ടാമത് ഗുണമായി, മൂന്നാമത് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓരോ ഗുണങ്ങൾ കൂടി വരുന്നു. മൂന്നാമത് ഗുണം എന്ന് പറയുന്ന സമയത്ത് ശബ്ദ സ്പർശ രൂപ. അഗ്നിക്ക് രൂപം എന്നൊരു വിഷയം കൂടി ഉണ്ട് മൂന്നാമത് ഗുണമായിട്ട്. അപ്പോൾ രൂപത്തെ അറിയുന്ന കണ്ണിലൂടെ ആയതുകൊണ്ട് കണ്ണിലേക്ക് പ്രശ്നങ്ങൾ വരുന്ന ചില വിഷയങ്ങൾ, ചൊവ്വ, അനിഷ്ടസ്ഥിതി, മറ്റുള്ള വിഷയങ്ങൾ വന്നാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അത് അനുഭവത്തിൽ വരുന്നതാണ്. അടുത്തതായിട്ട് പോണ സമയത്ത് അഗ്നിയിൽ നിന്ന് ജലം എന്ന് പറയുമ്പോൾ അവിടെ ശുക്രനാണ് വരുന്നത്. ശുക്രൻ എന്നുള്ള ഗ്രഹമാണ്. അപ്പം അതിന് നമുക്ക് 4 ഗുണത്തെ പറയണം. ജലമാണല്ലോ, ജലത്തിന് 4 ഗുണങ്ങളെ പറയണം. 4 ഗുണം പറയുമ്പോൾ ശബ്ദ സ്പർശ രൂപ രസം. രസം പറയുമ്പോൾ നമുക്കെന്തും ഈ കഴിക്കുന്നതിലോ ഈ ടേസ്റ്റിൽ വരുന്നതായ ചില പ്രശ്നങ്ങൾ, ശുക്രൻ്റെ അനിഷ്ടസ്ഥിതി വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് അവിടെ പറയാം. അതിലിപ്പോൾ നമുക്ക് ചന്ദ്രനെയും ആഡ് ചെയ്യാം, അതേമാതിരി ചൊവ്വയ്ക്ക് സൂര്യനെയും ആഡ് ചെയ്യാം. അടുത്തായിട്ട് പറയുമ്പോൾ പൃഥ്വി, ഭൂമിയാണ്. ഭൂമിയുടെ കാരകത്വം ബുധനാണുള്ളത്. അപ്പോൾ ഭൂമി കാരകത്വം 5 ഗുണമാണ് ഭൂമിക്കുള്ളത്. എന്താണ്? ശബ്ദ സ്പർശ രൂപ രസ ഗന്ധ. 5 ഗുണമാണ്. 5ാമത്തെ ഗുണമായിട്ടുള്ള, അപ്പോൾ ശരിക്കും എന്തായി, ബുധൻ്റെ ശരിക്കുള്ള വിഷയം നോക്കൂ. നമ്മുടെ പഞ്ചഭൂതി നിർമ്മിതമായ, ഇപ്പോൾ ബുധനിൽ 5 ഗുണത്തെ കാണിച്ചു പൃഥ്വിഭൂതമായിട്ട്. അപ്പോൾ ഈ ശരീരത്തിലും പഞ്ചകോശത്തിലും ഘടിപ്പിക്കുന്ന സമയത്ത് ആകാശഭൂതം, കാരണശരീരം, ആനന്ദമയ കോശം, സൂക്ഷ്മശരീരം, പ്രാണൻ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഇവിടെ വന്നിരിക്കുന്നത് വായു, അഗ്നി, ജലം. ബുധൻ എന്ന് പറയുന്നതായ ഭൂമി കാരകത്വത്തിൽ 5 ഗുണങ്ങളുള്ള സ്ഥൂല ശരീരവുമാണ്. അപ്പം അതിൻ്റെ ഒരു കുറച്ച് വിശേഷമായി നോക്കുമ്പോൾ ഈ സ്ഥൂല ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ ഭൂമിയിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നൊരു വിഷയം കൂടി അതിൽ ഒരു രഹസ്യമുണ്ടല്ലോ. ചിലപ്പോൾ അത് ഒരു രഹസ്യമായ സബ്ജക്റ്റ് ആണെന്നും, ഈ സ്ഥൂല ശരീരത്തെ ഉപേക്ഷിച്ചാൽ യഥാർത്ഥത്തിലുള്ള അടുത്ത തലങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടും. ഇപ്പം നമ്മൾ എത്തിപ്പെടുന്നുണ്ട്, പക്ഷെ അത് ബോധമില്ലാണ്ടാണ് എത്തിപ്പെടുന്നത്. ഈ പഞ്ചഭൂത നിർമ്മിതമായ അന്നമയകോശമായ ആ സ്ഥൂല ശരീരത്തെ ഉപേക്ഷിക്കുമ്പോൾ സൂക്ഷ്മ കാരണശരീരങ്ങളെ കുറിച്ച് കുറച്ചും കൂടി മനസ്സിലാകുന്നുള്ളത് ആ ഒരു കാലഘട്ടത്തോ ആ ഒരു അവസ്ഥ എത്തുമ്പോഴോ ആയിരിക്കുമെന്നും കൂടി ചിന്തിക്കേണ്ടതായ വിഷയമുണ്ട്.